ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു സ്റ്റഡി വ്ളോഗാണേ. കുറച്ച് നാൾ മുന്നേ, അതായത് കുറച്ചധികം നാൾ മുന്നേ 2-3 സ്റ്റഡി വ്ളോഗ് ഇതേപോലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട വീഡിയോസ് ആയിരുന്നു അത്. അതിനകത്ത് ഞാൻ എൻ്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു, ദൈവത്തിനതും കാണിക്കുന്നില്ല. എങ്കിൽ പോലും ഞാൻ അന്ന് പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ ഇതെന്നെ അറിയാവുന്ന ഒരാൾ പോലും കാണല്ലേ, ഇനി അങ്ങാനും സൗണ്ട് വെച്ച് പിടിച്ചാലോ. അപ്പം ഇങ്ങനെ ഇനി തുടങ്ങുകയല്ലേ. ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ്, അതാണ് ഈ 2:45 ടൈം. അതിനുശേഷം പഠിക്കാതിരുന്നപ്പോഴാണ് എന്നാൽ ഒരു വ്ളോഗ് എടുത്തേക്കാം എന്ന് തോന്നിയത്. അപ്പോൾ 2:45 തൊട്ടാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ശേഷം. കോസ്റ്റിങ്ങിൻ്റെയും ടാക്സിൻ്റെയും ക്ലാസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വീഡിയോസ് കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങി ഏകദേശം 2ാമത്തെ സെക്ഷനൊക്കെ എത്തിയിട്ടുള്ളൂ. ടൈം ഒരുപാട് കൺസ്യൂം ആവുന്നൊരു കാര്യമാണ് ഈ വീഡിയോസ് കാണുക എന്നുള്ളത്, അതായത് ക്ലാസ്സസ് കാണുക എന്നുള്ളത്. എങ്കിലും ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് മൂലമാണ് ഞാൻ ഈ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എനിക്കത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. ക്ലാസ്സിൻ്റെ ഏകദേശം പകുതി ആയപ്പോഴത്തേനും ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ട്രെയിനിങ് ഒക്കെ കയറിയതിന് ശേഷം ഞാൻ ഇതുവരെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് 10 മിനിറ്റ് ബ്രേക്കിന് വേണ്ടിയിട്ട് ഞാൻ 3:15 കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞാൻ 3:40 കയറി. ഇതേ ഈ ബോട്ടിൽ ഇപ്പോൾ എന്നോട് എപ്പോഴും ഉണ്ട് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല, വെള്ളം എങ്ങനെയെങ്കിലും ഒന്ന് കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ച ബോട്ടിലായിരുന്നു. കാര്യം ഞാൻ എന്നെപ്പോലെ വെള്ളത്തിന് ഇത്രയും ഹേറ്റ് ചെയ്യുന്ന ഒരാൾ വേറെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അത്രയും ബുദ്ധിമുട്ടാണ് എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് കോസ്റ്റിംഗ് എനിക്ക് തീരെ താല്പര്യമില്ല. മാത്രമല്ല, ഇക്വേഷൻസ് എനിക്ക് പഠിച്ചിട്ട് പോയി ആ ക്വസ്റ്റ്യനകത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ അറിയാം, അല്ലാതെ അതിനപ്പുറം കോസ്റ്റിംഗ് ഞാൻ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഞാനൊരു സീനിയറിനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ കോസ്റ്റിംഗ് ഡൺ ആക്കിയത്, കോസ്റ്റിംഗ് എങ്ങനെ ഓക്കെ ആക്കി എടുത്തു എന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, പുള്ളിക്ക് ഓൾറെഡി കോസ്റ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിരുന്നു എന്ന്. കാര്യം പുള്ളി അതിനകത്ത് ഒരു ക്വസ്റ്റ്യനകത്ത് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടെന്ന്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആ ക്യൂരിയോസിറ്റി ആണെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കില്ലാത്തൊരു സാധനം അതാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ആണ് തീരെ ഇല്ലാത്തത്, പ്രത്യേകിച്ച് കോസ്റ്റിങ്ങിനോട്. അക്കൗണ്ട്സിൽ ആൻസർ കിട്ടാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്, പക്ഷേ എനിക്കത് കോസ്റ്റിങ്ങിൽ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മളതിൽ അത്രയും ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ ആ ക്യൂരിയോസിറ്റി ഇൻട്രസ്റ്റ് ഒക്കെ തനിയെ വരുമായിരിക്കും. പിന്നെ ഈ വീഡിയോസൊക്കെ ഞാൻ ഇട്ട് തുടങ്ങിയിട്ട് ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ഇപ്പോഴാണ് ഇടുന്നത്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, പഠിക്കുകയാണെങ്കിലല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പിന്നെ വീഡിയോസൊന്നും ഇടാതെയായി. വേണ്ട, ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് എങ്ങനെയും പഠിച്ചു തീർക്കാം എന്നുള്ള രീതിയിൽ. CA ആവട്ടെ CMA ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതൊക്കെ ഒരു ലൂപ്പാണ്. നമ്മൾ ആ കെട്ട് വെളിഞ്ഞെടുത്തിട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ട് എത്തുമ്പോൾ എപ്പോഴാണോ അതാണ് പാസ്സാവുക എന്ന് പറയുന്ന ഒരു നിമിഷം. അങ്ങനെ ഒരു 1 അവർ ഇരുന്നതിന് ശേഷം 4:30 ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചധികം സമയം കഴിഞ്ഞിട്ടേ പഠിക്കാതിരിക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണി ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കഴുകിയെടുക്കണം. പിന്നെ ഈ വെള്ളം എവിടെ പോയാലും ഇപ്പം ഇങ്ങനെ കൊണ്ട് നടക്കുക കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ. പിന്നെ കുറച്ച് നേരം പുറത്തിറങ്ങി പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. എനിക്കൊന്നും ക്ഷീമച്ചക്കയെന്നോ അങ്ങനെ എന്താണ് പറയുക. ഞാൻ നോക്കിയപ്പോഴത്തേന് ഫുള്ള് വാടി തറയും വീണ് കിടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ തിന്നാനുള്ള സാധനമല്ലേ, പക്ഷേ ഈ ചൂടത്ത് കാരണം ഇങ്ങനെ പൊഴിഞ്ഞു പോവുകയാണ്. പിന്നെ കുറേ നേരം ചെടിയൊക്കെ വായി നോക്കിയതിന് ശേഷം സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോഴത്തേന് അവിടെ മീനുണ്ടായിരുന്നു. മീൻ പ്രത്യേകിച്ച് പരിപാലനമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല, ഇതൊക്കെ അമ്മൂമ്മയുടെ പരിപാടിയാണ്. കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു, അതായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം നോക്കിയതിന് ശേഷം ഞാൻ 5:30 ആയപ്പോഴത്തേനും കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് കുറേ കഴുകാനുണ്ടായിരുന്നു, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ, അതെല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴുകി കുളിച്ച് കയറാമെന്ന് വെച്ചിട്ടാണ് പോയത്. അമ്മയുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വരുന്നത് അമ്പലമാണ്. അപ്പോൾ അത് ആ ഒരു സമയമാകുമ്പോഴത്തേനും അവിടെ നമുക്ക് ഇതൊക്കെ കേൾക്കാം, പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. അങ്ങനെ കുളിച്ചൊക്കെ വന്ന് വിളക്കൊക്കെ വെളുത്തതിന് ശേഷം അമ്മൂമ്മ സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ജംഗ്ഷനിലേക്ക്. അപ്പോൾ സാധനം തോനെയുണ്ട്, വെയിറ്റ് ഉണ്ടെന്ന് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ മേപ്പോട്ട് കയറി സാധനം വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാങ്ങ. അതിനുശേഷം ഒരു 7 കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. കോസ്റ്റിംഗ് ഞാനാണ് പിന്നെ നോക്കിയത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ് അങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. തുടക്കത്തിൽ കുറേ ഏരിയ തിയറിയാണ്, ലാസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ അത് ഫുൾ കവർ ചെയ്തിട്ട് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു, കിടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കോസ്റ്റിങ്ങിൻ്റെ ഫുൾ തിയറിയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലാസ് തീരും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഇൻട്രസ്റ്റ് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പയ്യെ വരുമായിരിക്കും. ഒരു ആൻസറിലേക്ക് ചെന്നെത്താനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി പറഞ്ഞതുപോലെ എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പയ്യെ ഇത് ഉണ്ടാക്കാനാണ് ഞാനിങ്ങനെ തിയറി ഫുൾ, അതായത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കി എടുത്തിട്ട് പ്രോബ്ലത്തിലേക്ക് പോകാനായിട്ട് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ നേരത്തെയൊക്കെ കോസ്റ്റിംഗ് ഞാൻ നോക്കിയത്, തിയറി പാർട്ട് ഞാൻ നോക്കിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് രാത്രി കുറച്ച് നേരം ഇരിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം രാവിലെ എണീക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ടൊരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ രാവിലെ എണീക്കുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ഒരു 5 മണി
കാട്ടിലും മുന്നേയൊക്കെ എണീക്കാൻ ഭയങ്കര പാടാണ്. ആ ഒരു സമയത്ത് എണീക്കുന്നത് പോലും എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം രാത്രിയിലിരിക്കാൻ പിന്നെയും വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ രാവിലെ എണീക്കുന്ന കാര്യം ചിന്തിക്കുന്നത് കുറച്ച് പാടാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പം അങ്ങനൊരു ശീലമേ ഇല്ലാത്തത് കൊണ്ട് രാവിലെ എണീപ്പ് നടക്കുന്നതേ ഇല്ല. പിന്നെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നത് 10 മണി കഴിഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം സമയം ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിനകത്ത് ആരൊക്കെയാണ് CMA ആരൊക്കെയാണ് CA എന്നൊന്നും എനിക്കറിയില്ല. പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവരാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആകെ ഇട്ടിരുന്ന 2-3 CMA വ്ളോഗിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു ആഗ്രഹം കൊണ്ടിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. കാര്യം ഞാൻ പിന്നെ സ്റ്റഡി അങ്ങനെ നടക്കാത്തത് കൊണ്ട് അങ്ങനെയുള്ള റിലേറ്റ് ചെയ്ത അല്ലാതുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേനും അതിൻ്റെ താഴെ വന്നിട്ട് 2-3 പേര് വിരലിലെണ്ണാവുന്ന അത്രയും കമൻറ്റ് മാത്രമേ ഉള്ളൂ, 2-3 കമൻറ്റ് മാത്രമേ ഉള്ളൂ. വന്ന് ഇങ്ങനെ CMAയുടെ കാര്യവും CMA വ്ളോഗിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ സത്യം പറയാനുള്ള എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അത് ആരെങ്കിലും ഒരാളെങ്കിലും എക്സ്ട്രാ കാണുമെന്ന്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഇരുന്നപ്പോൾ ഇട്ടൊരു വീഡിയോ ആയിരുന്നു അത്, 2-3 എണ്ണം. അത് ഒരാൾ കണ്ടതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോ ഹോസ്റ്റലിലോ ഒന്നും അല്ല, ഇത് അമ്മയുടെ വീടാണ്. അപ്പോഴത്തേനും അവിടെ പഠിക്കാൻ എൻ്റെ സ്പേസോ കാര്യങ്ങളോ ഒന്നും അല്ല. ജസ്റ്റ് ഞാൻ അവിടെ ടേബിൾ ഫുള്ള് മെസ്സായി കിടന്നാൽ അതെല്ലാം കൂടെ ഒരു മൂലയ്ക്കോട്ട് അങ്ങ് തട്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്പേസ് ലാപ്പ് വെക്കാനും ഒരു ബുക്ക് വെക്കാനും വേണ്ടിയിട്ടുള്ള സ്പേസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ്. കാര്യം അത് ഫുള്ള് ഒതുക്കിയിട്ട് ഇരിക്കാനുള്ള സമയവും ഇല്ല, അത് ഫുള്ള് ഒതുക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല. കാര്യം ഓരോരുത്തർ ഏതത്തിന് വേണ്ടിയിട്ട് അത് ഇതൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ അയൺ ബോക്സും അല്ലാതെ ഇല്ലാതെയൊക്കെ സാധനങ്ങൾ കിടക്കുന്നത് കാണുന്നത്. സത്യം പറഞ്ഞാൽ മാക്സിമം അടങ്ങിയിരിക്കുന്നൊരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്തിട്ട് ഇരിക്കാറുള്ളൂ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ചെയ്തിട്ടിരുന്നിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം അതിൽ കൂടുതൽ ഞാൻ ഇവിടെ നിൽക്കുന്നതും ഇല്ല. ഒരു ദിവസം തന്നെ നിൽക്കുള്ളൂ എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ സ്പേസ് മാത്രം ഒന്ന് ഒതുക്കി എടുത്തിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ടേബിൾ നിങ്ങൾ അത്രയും കൂടെ ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ പഠിച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രേക്കൊക്കെ കുറച്ചധികം കൂടുതലാണെന്ന് എനിക്ക് തന്നെ അറിയാം. 8:30 ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞാൻ കയറിയത് 10 മണിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. അത് പയ്യെ കുറച്ച് വരണം. ഇപ്പോൾ ആർക്കാണെങ്കിലും ഒറ്റ സ്ട്രെച്ചിന് പിന്നെയും പഠിക്കാനായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഞാനൊരു 11:50 12 അടുപ്പിച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നു, 12 മണി വരെ അടുപ്പിച്ച്. പക്ഷേ എനിക്കത് എടുക്കണം എന്നുണ്ടായിരുന്നു, എത്ര സമയം വരെ ഇരുന്നു ലാസ്റ്റ് ആ ടൈം കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയില്ല, ഞാനത് എടുത്തു എന്ന് വിചാരിച്ചു, പക്ഷേ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈം വരെ ഇരുന്നിട്ട് ക്ലാസ് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.